ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൊച്ചു ടിവിയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാലവീർ എന്ന കാർട്ടൂണെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ബാലവീർ എന്ന കാർട്ടൂണെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആ കാർട്ടൂണിലെ കഥാപാത്രങ്ങളെ കുറിച്ചും അതിൽ എപ്പിസോഡ് 1 കുറിച്ചാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. എപ്പിസോഡ് 2ഉം 3ഉം അങ്ങനെയൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്താൽ എപ്പിസോഡ് 2നെ കുറിച്ചും പറയാം, 3നെ കുറിച്ചും ഒക്കെ ഞാൻ പറയുന്നത്. ചെയ്തില്ലെങ്കിലും പറയാം, പക്ഷെ ചെയ്യാൻ ചെയ്യുക. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഒരു ദേവതാ ലോകമുണ്ടായിരുന്നു. അവിടെ കോടിക്കണക്കിന് ദേവതകൾ ഉണ്ടായിരുന്നു. അവിടെ റാണി ദേവത എന്നൊരു ദേവതയും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറെ അപകടങ്ങൾ വരും. അതായത് ദുഷ്ടദേവത എന്ന് പറഞ്ഞ തിന്മ നിറഞ്ഞൊരു ദേവതയുണ്ടായിരുന്നു. ദേവതാലോകത്തെ ദേവതകളെല്ലാരും നന്മ നിറഞ്ഞവരായിരുന്നു. പക്ഷെ ദുഷ്ടദേവത ദുഷ്ടം നിറഞ്ഞതായിരുന്നു, തിന്മ നിറഞ്ഞ ദേവതയായിരുന്നു. ലോകത്തെ എപ്പോഴും ആക്രമിക്കും. ദേവതയെ തടുക്കാൻ ആർക്കും പറ്റില്ല. ദേവത ഭയങ്കര ശക്തിശാലിയായിരുന്നു. ആ ദേവതയെ തടുക്കാൻ വേണ്ടി ഈ ഭൂലോകത്തൊരു കുട്ടി ജനിച്ചിട്ടുണ്ടെന്ന് റാണി ദേവതയ്ക്കും ദുഷ്ടദേവതയ്ക്കും ഇപ്പൊ കിട്ടി. ആ ദുഷ്ടദേവതയെ കൊല്ലാൻ വേണ്ടി. അപ്പൊ റാണി ദേവതയ്ക്ക് സന്തോഷമായി. ദുഷ്ടദേവതയ്ക്കാണ് ഈ ദേഷ്യം വന്ന് അവിടെ ആ നക്ഷത്ര ചിഹ്നമുള്ള കുട്ടിയാണെന്നും പറഞ്ഞു. അങ്ങനെയാണ് സൂചന കിട്ടിയത് അവർക്ക്. അപ്പൊ ആ നക്ഷത്ര ചിഹ്നമുള്ള കുട്ടിയെ കൊല്ലാൻ വേണ്ടി ദുഷ്ടദേവത ഭൂമിയിലേക്ക് പോയി. അവിടെ പോയപ്പോൾ കുട്ടികളുണ്ടായിരുന്നു. അവിടെ നക്ഷത്ര ചിഹ്നമുള്ള ഒരു കുട്ടിയെ കണ്ടു. അപ്പൊ അവിടെ പോയി, അതന്നെയായിരുന്നു ആ കൊല്ലാൻ ജനിച്ച ആ കുട്ടി. എന്നിട്ട് അവന്റെ അടുത്ത് പോയി അവനെ കൊന്നിട്ട് വേഷം മാറിപ്പോയി. അച്ഛനും അമ്മയും ബോധം കെടുത്തി. എന്നിട്ട് അപ്പോഴേക്കും അവിടെ റാണി ദേവത വന്ന് ആക്രമിച്ചു. നീ ഈ കുട്ടിയെ കൊല്ലാൻ നോക്കരുതെന്ന് പറഞ്ഞു. കൊല്ലാൻ നോക്കും, നീ എന്നെ തടയാൻ ശ്രമിക്കരുത് പറഞ്ഞു. രണ്ടുപേരും ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം റാണി ദേവതയെ ബോധം കെടുത്തി വീഴ്ത്തി ദുഷ്ടദേവത. കുട്ടിയെ എടുത്തിട്ട് പോകാൻ നോക്കുമ്പോഴേക്കും കുട്ടി അവിടെ ഇല്ല. കുട്ടീനെ അതിന്റെ മുത്തശ്ശി എടുത്തിട്ട് പോയിരിക്കുന്നു. പെട്ടെന്ന് ആ മുത്തശ്ശി ഒരു വണ്ടി ഇടിച്ച് വീഴ്ത്തി. കുട്ടി അവിടെ പോയി ഒരു ഡബ്ബയിലായിരുന്നു കുട്ടി ഇട്ടുകൊണ്ടുപോയത്. കുട്ടി അവിടെ റോഡില് ബാസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് കുട്ടിക്ക് ഒരു പരിക്കും പറ്റിയില്ല. ബാസ്ക്കറ്റാണ് അവിടെ വീണത്, കുട്ടിക്കൊന്നും പറ്റിയില്ല. അപ്പൊ പെട്ടെന്ന് ആ ദേവതാ ലോകത്തുള്ള ഒരു നന്മ ദേവതയായ ഒരു സൗന്ദര്യ ദേവത എന്ന പേരുള്ള ഒരു ദേവത അവിടെ ആകാശത്ത് പറക്കുന്ന സമയത്ത് ഈ കുട്ടിയെ കണ്ടിട്ട് പോയി റാണി ദേവതയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇവിടെ വളർത്താമോ എന്ന് ചോദിച്ചു. ആദ്യം സമ്മതിച്ചില്ല. പയ്യനെ കയ്യിൽ നക്ഷത്ര ചിഹ്നമുള്ളത് കണ്ടപ്പോ ശരിയെന്ന് സമ്മതിച്ചു. പിന്നെ അവിടെ വളർത്തി വലുതായി 6-7 വയസ്സായപ്പോ ഒരു ദൗത്യം കൊടുത്തു. ദേവതയെ തോൽപ്പിക്കാനും കുട്ടികളെ രക്ഷിക്കാനും ഒരു ദൗത്യം കൊടുത്തു ആ കുട്ടിക്ക്. 7 ദേവതമാരുടെയും റാണി ദേവതയും കൂട്ടിയിട്ട് 7 ദേവതമാരുടെയും ശക്തി കൊടുത്തു ആ കുട്ടിക്ക്. കുട്ടി ശരിയെന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് ബാലവീർ എന്ന് പേരും ഇട്ടു. ഈ ബാലവീർ എന്ന കഥ. എന്നിട്ട് കുട്ടിയെ ഭൂമിയിലേക്ക് വിട്ടു. കുട്ടികളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനും ദുഷ്ടദേവതകളെ നശിപ്പിക്കാനും വേണ്ടി ആ കുട്ടിയെ ഭൂമിയിലേക്ക് വിട്ടു. ഇനി ഇതേപോലത്തെ കാർട്ടൂൺസിന്റെ അപ്ഡേറ്റുകൾ അറിയാനും ബാലവീറിന്റെ അപ്ഡേറ്റുകൾ അറിയാനും സിറ്റ്കോം സീരീസുകളുടെ അപ്ഡേറ്റുകൾ അറിയാനും സീരിയലുകളുടെ അപ്ഡേറ്റുകൾ അറിയാനും കാർട്ടൂൺസിന്റെ അപ്ഡേറ്റുകൾ അറിയാനും മൂവീസിന്റെ അപ്ഡേറ്റുകൾ അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ബൈ.